കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതിൻ്റെ ആദ്യത്തെ വാചകം യൂറോപ്പിന് ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്നായി. കമ്മ്യൂണിസം എന്ന ഭൂതം അത് പിന്നീട് ലോകത്തെല്ലായിടത്തും ആളുകൾ വായിക്കാൻ തുടങ്ങി. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകങ്ങളൊന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോ എങ്ങനെയാണ് ഇപ്പോൾ വായിക്കേണ്ടത് എന്നതിൽ തർക്കം വന്നിരിക്കുന്നു നമ്മളുടെ സമൂഹത്തിനാണ്. അതിൻ്റെ വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലകീഴ് വായിച്ചതുകൊണ്ടാണ് ജി സുധാകരൻ ഉണ്ടായത് എന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് ജി സുധാകരൻ പറഞ്ഞതോ നേരെ വായിച്ചതുകൊണ്ടാണ് വിജയരാഘവൻ ഉണ്ടായത്. നമുക്ക് മനസ്സിലാവും രണ്ടും ഗുണം പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ രണ്ടും ഗുണം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നേരെ വായിച്ചാലും ഗുണം പിടിക്കില്ല, തലകീഴ് വായിച്ചാലും ഗുണം പിടിക്കില്ല. പിന്നെ എങ്ങനെ വായിക്കണം? ഇവിടെ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെയുള്ളതായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെ മുൻനിർത്തി ചർച്ച എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത തരത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ മാറിപ്പോയതിൻ്റെ ഒരു തകരാറാണ് വിജയരാഘവൻ്റെ മതവല്ല് ജി സുധാകരൻ നമ്മൾ കാണും. എങ്ങനെയാണ് ജി സുധാകരൻ ഉണ്ടായത്? ആരാണ് ജി സുധാകരൻ ഉണ്ടാക്കിയത്? ജി സുധാകരനെ ഉണ്ടാക്കിയത് CPM ആണ്. CPMൻ്റെ അത്യുജ്വലനായിട്ടുള്ള നേതാവ്. ഒരുപക്ഷെ പിണറായി വിജയൻ കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ CPMൻ്റെ സെക്രട്ടറി ആയിട്ട് വരേണ്ടത് ജി സുധാകരനായിരുന്നു. പക്ഷേ ആ ജി സുധാകരനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM പുറത്തിരുത്തി എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് ഇറക്കിയിരുത്തി, മത്സരിക്കാൻ പോലും ഒരു സ്ഥലം കൊടുത്തില്ല എന്നുള്ളതാണ്. അന്ന് മുതൽ തുടങ്ങിയ തർക്കമാണ് ജി സുധാകരൻ ഇപ്പോൾ പുറത്തെത്തി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. ഇവിടെ പാർട്ടി സുധാകരനോട് ചെയ്തത് ശരിയാണോ? സുധാകരൻ പാർട്ടിയോട് ചെയ്തത് ശരിയാണോ? രണ്ടും ശരിയല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വലിയൊരു നേതാവിനെ ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അവഗണിച്ച് അയാളെ ഒതുക്കി ഉപദ്രവിക്കാനായിട്ട് പാർട്ടി എന്തിനു ശ്രമിച്ചു? പാർട്ടിയുടെ ഈ രീതി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ യോജിച്ചതാണോ? തികച്ചുമല്ല. കാലം ഒരുപാട് മാറി. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ചട്ടക്കൂട് ലെനിനിസ്റ്റ് സംവിധാനങ്ങൾക്ക് അനുസൃതമായി, എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയത് VI ലെനിൻ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള നേതാവായിരുന്നു. അദ്ദേഹം അങ്ങനെ പാർട്ടിക്ക് ചട്ടക്കൂടുണ്ടാക്കിയപ്പോൾ അത് ഒളിപ്പോർ കാലഘട്ടത്തിൻ്റെ ചട്ടക്കൂടായിരുന്നു, യുദ്ധകാലത്തിൻ്റെ ചട്ടക്കൂടായിരുന്നു. യുദ്ധകാലത്ത് പാർട്ടി പ്രവർത്തകർ എങ്ങനെ മിലിറ്റൻ്റ് ആയിട്ടുള്ള പ്രവർത്തകരായിട്ട് മാറിത്തീരണം എന്നും ആ മിലിറ്റൻ്റ് ആയിട്ടുള്ള പ്രവർത്തകർക്ക് എന്ത് നിർദ്ദേശമാണ് നൽകേണ്ടത്, മുകളിൽ നിന്ന് ആജ്ഞ വരുമ്പോൾ അതനുസരിക്കാനാണ് അവരോട് ആദ്യം പറയാം. ആദ്യം അനുസരിക്കുക, പിന്നീട് മാത്രം ചോദ്യം ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സംഘടനാ സംവിധാനമാണ് പിന്നീട് ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തകർച്ചയ്ക്ക് കാരണമായി തീർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ അവർ പിടിച്ച് പുറത്തിരുത്തിയത്. അങ്ങനെ പുറത്തിരുന്ന സുധാകരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുറത്ത് പോകാൻ തന്നെ തീരുമാനിക്കുകയും അങ്ങനെ പുറത്തേക്ക് പോവുകയും പുറത്തെത്തി UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മാറിത്തീരുകയും ചെയ്തു എന്നതാണ് നമ്മൾ കണ്ട കാര്യം. അവിടെ സുധാകരൻ ഇക്കാലം വരെ ഒരു പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ്, എന്ത് നേട്ടമാണ്, എന്ത് രാഷ്ട്രീയമാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്, ആ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം റദ്ദ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് സുധാകരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തീരുകയും കോൺഗ്രസിന് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഗോത്രസങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു സവിശേഷതയുള്ള സാധനമാണ്. ഗോത്രബോധമാണ് അതിനെ നയിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് പാർട്ടി മാത്രം ശരി, പാർട്ടിക്ക് പുറത്തുള്ളവരൊക്കെ തന്നെ ശത്രുക്കൾ, പാർട്ടിക്ക് പുറത്തുള്ളവർ മുഴുവൻ തെറ്റുക എന്ന നിലപാടെടുക്കുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പാർട്ടി മുഴുവനായിട്ട് അദ്ദേഹത്തിന് ശത്രുവായി തീരുകയും അദ്ദേഹം ഇക്കാലം വരെയും ശത്രുക്കളെന്ന് വിശേഷിപ്പിച്ചിരുന്നവർ അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളായിട്ട് മാറിത്തീരുകയും ചെയ്യും. ഇത് വലിയ വിരോധാഭാസമാണ്. ആ വിരോധാഭാസത്തെ തിരിച്ചറിഞ്ഞ് തൻ്റെ പ്രവർത്തനത്തെ, തൻ്റെ രാഷ്ട്രീയത്തെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പകരം സുധാകരൻ തൻ്റെ ഇതേവരെയുള്ളതായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തെ, രാഷ്ട്രീയ ചരിത്രത്തെ നിഷേധിക്കുകയോ റദ്ദ് ചെയ്യുകയോ ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് സുധാകരൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ സുധാകരൻ്റെ ഭാഗത്ത് സംഭവിച്ച ദുരന്തം എന്ന് പറയുന്നതാണ്. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് വന്ന വലിയ ദുരന്തം എന്താണ്? പാർട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ എന്ന് പാർട്ടി എല്ലാവരും കൂടി തീരുമാനിച്ച് അയാളെ പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കുന്ന സമയത്ത് അയാൾ പാർട്ടിക്ക് വേണ്ടി ഇതേവരെ നടത്തിയിരുന്ന സേവനങ്ങൾ, ആ കേഡർ നൽകിയിരുന്നതായിട്ടുള്ള വലിയ സമ്പത്ത് അതിന് മുഴുവൻ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പഴയകാലത്തൊരു മുദ്രാവാക്യമുണ്ട്. എന്താണത്? പൊന്നു കാക്കും മരമായി കഴിഞ്ഞാലും പുരക്കുമീതെ വളർന്നാൽ വെട്ടിമാറ്റും കട്ടായം
എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങുന്ന ജാഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ജാഥയുടെ കാലം കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യവൽക്കരിക്കപ്പെടാനായിട്ട് പാർട്ടിയോട് ലോകം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്നിലും ഡെമോക്രാറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞ് ഡിസൊല്യൂഷൻഡ് ആവുക എന്ന് വെച്ചാൽ നിങ്ങൾ പിരിഞ്ഞു പോവുക എന്നാണ് പറയുന്നത്. ജനാധിപത്യവൽക്കരിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ചെയ്യാവുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം പിരിഞ്ഞുപോയി വേറെന്തെങ്കിലും ആയിത്തീരുക എന്നുള്ളതാണ്. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ദുരന്തത്തിൻ്റെ മുനമ്പിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നേരെ വായിച്ചാലും ചൊവ്വാവില്ല, തലകീഴ് വായിച്ചാലും ചൊവ്വാവില്ല എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും.